നീ ഇതെങ്ങനെ സഹിക്കുന്നു എന്നെ കുട്ടി? അപ്പച്ച, ജീവിതത്തിന്റെ ഓരോ നിമിഷവും എന്റെ കർത്താവിനോട് കൂടെ ഇരിക്കുന്നതിനാൽ എനിക്ക് ഭയമില്ല. എല്ലാം നന്നായി അറിയുന്നവനും വ്യക്തിപരമായി എന്നെ സ്നേഹിക്കുന്നവനുമായ കർത്താവിന്റെ കരങ്ങളിലൂടെയാണ് എല്ലാം എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഈ സഹനം ഞാൻ ചോദിച്ചു വാങ്ങിയതാണ്. പിന്നെ എനിക്ക് എന്ത് വേദന? ഞാൻ കരുതിയത് നീ ഒരു പാവം മണ്ടിപ്പെണ്ണാണെന്നാണ്. തെറ്റി, മാപ്പ്. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാനും ഒന്ന് പഠിക്കട്ടെ. ജീവിതത്തിലെ പല അവസരങ്ങളിലും അൽഫോൻസായുടെ വിശ്വാസം പരീക്ഷണ വിധേയമായിട്ടുണ്ട്. ജ്വലിക്കുന്ന അഗ്നിയിൽ വെച്ച് സ്നേഹത്തിന്റെ തീഷ്ണത അൽഫോൻസ കാണിച്ചു കൊടുത്തു. അഗ്നിശുദ്ധിയാലെ കന്യാവ്രതം പരിരക്ഷിച്ചുകൊണ്ട് ദിവ്യനാഥന് സ്വയം സമർപ്പിച്ച് ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് എന്ന സത്യത്തിലുള്ള വിശ്വാസം ഒരു മേഘപാളി പോലെ അവളുടെ മീതെ ഒഴുകി ആത്മാവിൽ കുളിരു പെയ്തു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെടുന്നവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. മോളെ, ഇനി എന്റെ കുഞ്ഞൊന്നും ഓർത്ത് വിഷമിക്കാൻ. മോളെ ഇഷ്ടം പോലെ മടത്തി ചെറിയോ എന്ത് വേണേലും വായിക്കോ. ഞാനായിട്ടൊരു തടസ്സവും നിൽക്കില്ല. ഈ അമ്മയെ മറക്കരുത്. ഈ പാവം അമ്മ എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ മാപ്പ് തരണം. എന്റെ അമ്മ എന്നോട് ഒന്നും ചെയ്തിട്ടില്ല. എനിക്കറിയാം ഈ നെഞ്ചു നിറയെ സ്നേഹമാണെന്ന്. ഞാനാ ക്ഷമ ചോദിക്കേണ്ടത്. എന്നെ മറക്കരുത്, അനുഗ്രഹിക്കണം. മോളെ, ലോകദൃഷ്ടിയിൽ വിലപ്പെട്ടതോ പ്രശംസനീയമോ ആയ നേട്ടങ്ങളൊന്നും കൈവരിക്കാതെ ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺവെന്റിൽ നിത്യരോഗിണിയായി അജ്ഞാതയായി കഴിഞ്ഞ അൽഫോൻസാമ്മ ഇന്ന് സർവ്വലോകത്തിന്റെയും ശ്രദ്ധയ്ക്കും സ്നേഹാദരവുകൾക്കും പാത്രീഭൂതയായിരിക്കുകയാണ്.